നമസ്കാരം എല്ലാവർക്കും. ഇന്ന് നമ്മളിന്ന് പാലക്കാട് വരെ പോവാണ്. ഇന്നൊരു ട്രാവൽ വീഡിയോ അല്ല കേട്ടോ, ഇന്നൊരു ഫുഡ് വീഡിയോ ആണ്. നമ്മൾ ഇന്ന് പാലക്കാടിലെ പ്രശസ്തമായിട്ടുള്ള റാവുത്തർ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാണ് പാലക്കാട്ടിൽ. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും ഫുഡിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇന്ന് നമ്മുടെ കൂടെ വിഷ്ണു ഉണ്ട്, അതുപോലെ സുബൈർക്കയും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോവാം പാലക്കാട്ടേക്ക്. നമ്മൾ ഇന്ന് റാവുത്തർ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പാലക്കാടുള്ള NMR ബിരിയാണി ഹൗസിലേക്കാണ് പോകുന്നത് കേട്ടോ. NMRൻ്റെ ഫുൾ ഫോം നൂർ മുഹമ്മദ് റാവുത്തർ എന്നാണ്. റാവുത്തന്മാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യൻ സൈന്യങ്ങളിൽ, അതായത് പണ്ടത്തെ ദക്ഷിണേന്ത്യൻ സൈന്യങ്ങളിലെ അർദ്ധ സൈനിക വിഭാഗങ്ങളായിരുന്നു. തുർക്കി തെന്നിന്ത്യൻ സങ്കര പാരമ്പര്യത്തിൽപ്പെട്ട ആളുകളാണ് ഇവർ പരമ്പരാഗതമായിട്ട് തമിഴ് വംശജരാണ്. ഇവരുടെ പൂർവികർ നമ്മുടെ മലേഷ്യ അതുപോലെ തന്നെ ദക്ഷിണേഷ്യയിൽ പല ഭാഗത്തായിട്ടും ഉണ്ട്. അവരുടെ ജീവിതശൈലിയിൽ നിന്ന് എപ്പോഴോ രൂപപ്പെട്ടതായിരിക്കണം ഈ NMR ബിരിയാണിയും. നമ്മളങ്ങനെ പാലക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ. പാലക്കാട് തന്നെ 4 ഔട്ട്ലെറ്റുകളാണ് NMR ബിരിയാണി ഹൗസിനുള്ളത്. ഇതിൽ ഏറ്റവും ആദ്യം തുടങ്ങിയിട്ടുള്ള ഔട്ട്ലെറ്റിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതിൻ്റെ റൂട്ടിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൂട്ടിന് ഡൗട്ടുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് ഇങ്ങോട്ട് വരിക. നമ്മളങ്ങനെ NMR ബിരിയാണി ഹൗസിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് മാസ്ക് ഒക്കെ വെച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറാം. പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറിയൊരു കടയാണ് കേട്ടോ, പക്ഷേ ഇതിൻ്റെ അകത്ത് വളരെ വലിയ ഡൈനിങ് സ്പേസ് തന്നെ ഉണ്ട്. ഇവിടെ ഇവർ വാഴയിലയിലാണ് കേട്ടോ ബിരിയാണി സെർവ് ചെയ്യുന്നത്. പണ്ട് കല്യാണങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിരുന്ന ആ ഒരു പ്രത്യേക തരം പാത്രത്തിലാണ് കേട്ടോ ഇവർ ബിരിയാണി സെർവ് ചെയ്യുന്നത്. ഞങ്ങൾ ആദ്യം കഴിച്ചത് ചിക്കൻ ബിരിയാണിയാണ്. ഇവിടെ ബിരിയാണിയുടെ കൂടെ ഒരു ഗ്രേവി അവർ തരുന്നുണ്ട്. നമുക്കിത് കഴിച്ചു നോക്കാം, എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് നോക്കാം. സാധാരണ ബിരിയാണികളിൽ നിന്നും റാവുത്തർ ബിരിയാണി വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ റിച്ച് ഫ്ലേവറാണ് കേട്ടോ. നമ്മളവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മൂക്കിലേക്ക് ഇതിൻ്റെ സ്മെൽ അടിച്ച് കയറുന്നുണ്ട്. ഇവരിവിടെ യൂസ് ചെയ്യുന്ന ചിക്കനൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നമുക്കത് തൊട്ട് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവുന്നുണ്ട്. ചിക്കൻ ബിരിയാണിക്ക് ശേഷം നമ്മളൊരു മട്ടനും കൂടെ ഓർഡർ ചെയ്തു. ചിക്കൻ ബിരിയാണിയേക്കാളും ഫ്ലേവർ കൂടുതൽ മട്ടനാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് മട്ടൻ ബിരിയാണി അത്ര ഇഷ്ടപ്പെട്ടില്ല. വളരെ വ്യത്യസ്തമായിട്ടൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ റാവുത്തർ ബിരിയാണിക്കുള്ളത്. അതുകൊണ്ട് ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്യുക. വളരെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റാണ് ഇവർ ചാർജ് ചെയ്യുന്നുള്ളൂ. ഞങ്ങളങ്ങനെ ബിരിയാണിയും കഴിച്ച് അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനോടൊരു ബായും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. നമ്മുടെ NMR ബിരിയാണി ഹൗസിൽ നിന്നും ഒരു 2 കിലോമീറ്റർ നമ്മുടെ പാലക്കാട് കോട്ടയിലേക്കുള്ളൂ. ആയിരത്തി 1766 ടിപ്പുവിൻ്റെ പിതാവ് ഹൈദരാലിയാണ് ഈ കോട്ട പണി കഴിപ്പിച്ചത്. പിന്നീട് ഇത് ബ്രിട്ടീഷുകാർ പിടിച്ചടക്കുകയും കോട്ട നവീകരിക്കുകയും ചെയ്തു. ഇന്നിത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യയാണ് സംരക്ഷിച്ചു പോരുന്നത്.
soleil, da-di-da. Pas de soleil, pas de soleil, pas de soleil, da-di-da. Pas de soleil, pas de soleil.